നമ്മൾ പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സർക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം ടാൻജൻറ്റ് ടു എ സർക്കിൾ. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേട്ടിട്ടുണ്ടോ? ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഒരു സർക്കിളാണ് ഈ കാണുന്നത് അല്ലേ, ഒരു സർക്കിളാണ് ഇത്. സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇഷ്ടം പോലെ ലൈൻസ് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ, പല രീതിയിലെ ലൈൻ വരയ്ക്കാം. ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനാണ് ടാൻജൻറ്റ്. ഇവിടെ വരച്ചിരിക്കുന്ന എല്ലാ ലൈൻസും സർക്കിളിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിന് നമ്മൾ സീക്കൻറ്റ് എന്നാണ് പറയുക. 2 പോയിന്റിൽ കട്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ സീക്കൻറ്റ് എന്ന് പറഞ്ഞ ടേമാണ് ഉപയോഗിക്കുന്നത്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ലൈനൊന്ന് നോക്കിയേ, ഈ ലൈന് സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ടാൻജൻ്റാണ്. ഇതുപോലെ ഒരുപാട് ടാൻജൻസ് നമുക്ക് സർക്കിളിന് വരയ്ക്കാൻ പറ്റും. ഇത് വേറൊരു ടാൻജൻ്റാണ്. ഈ പോയിന്റിൽ വെച്ച് ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയാം. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് വേറൊരു ടാൻജൻറ്റ്. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സർക്കിളിന് ഒരുപാട് ടാൻജൻസുകൾ വരയ്ക്കാൻ പറ്റും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം വരുന്നുണ്ട്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇത് സെൻറ്ററാണ്. ഇതെന്താണ്? ദിസ് ഈസ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് അല്ലേ. ഞാൻ സെൻറ്ററും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്തു. ആ ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും തമ്മിൽ ഞാനൊന്ന് ജോയിൻ ചെയ്തു. ഇങ്ങനെ റേഡിയസ് കിട്ടി അല്ലേ. നോക്കിയാൽ മനസ്സിലാവും ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ വരച്ചിരിക്കുന്ന റേഡിയസ് ഇല്ലേ, ഇതും ആ ടാൻജൻറ്റും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതെല്ലാത്തിനും ട്രൂ ആയിരിക്കും. സെൻറ്ററും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ടാൻജൻറ്റിൻ്റെ കേസിലും ചെയ്യാൻ പോവാണ്. സെൻറ്ററും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി കണ്ടില്ലേ. എല്ലാത്തിനും ഇത് ട്രൂ ആണ്. ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്തു. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഇതൊരു തിയറാണ്, ഞാൻ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞുതരാം. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. ക്ലിയർ ആയല്ലോ. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ്, പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എക്സസൈസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ഒരു സർക്കിളിന് എത്ര ടാൻജൻറ്റ് ഉണ്ടാവും? ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു സർക്കിളിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഇൻഫൈനൈറ്റ് ആണ്. ആൻസർ ഇൻഫൈനൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്റ്റ് ഇറ്റ് ഇൻ ഹൗ മെനി പോയിൻറ്റ്സ്? എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്റ്റ് ഇറ്റ് ഇൻ 1 പോയിൻറ്റ് അല്ലേ. ശരിയല്ലേ? ഒരു ടാൻജൻറ്റ് സർക്കിളിന് ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആൻസർ 1 പോയിൻ്റ് ആണ്. എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 പോയിൻറ്റ്സ് ഈസ് കോൾഡ്. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ലൈന് സർക്കിളിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ ഇപ്പോൾ വരച്ച ലൈൻ, ഈ വരച്ചിരിക്കുന്ന ലൈന് സർക്കിളിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ലൈന് ടാൻജൻറ്റ് എന്ന് പറയില്ല. ആ ലൈനെ പറയുന്ന പേര് ഞാൻ പറഞ്ഞു തന്നിരുന്നു, സീക്കൻറ്റ് എന്നാണ് പറയുക. സീക്കൻറ്റ്. ഒരു ലൈന് സർക്കിളിനെ 2 പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരച്ച ലൈനെ പറയുന്ന പേര് സീക്വൻസ്. ഇനി അടുത്തത്, എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്. പാരലൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള ടാൻജൻസ്.
ഈ ടാൻജൻറ്റും ഈ ടാൻജൻറ്റും പാരലലാണ്, ശരിയല്ലേ? ഇതുപോലത്തെ എത്ര പാരലൽ ടാൻജൻസ് വരയ്ക്കാം? ഇതൊരു പാരലൽ ടാൻജൻസ് ആണ്. ഇതേപോലെ ഇഷ്ടം പോലെ പാരലൽ ടാൻജൻസ്. ഈ പാരലൽ ടാൻജൻറ്റ് ഇത് രണ്ടും പാരലൽ ടാൻജൻ്റ് ആണ്. ഒരു സർക്കിളിന് ഇഷ്ടം പോലെ പാരലൽ ടാൻജൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പാരലൽ ടാൻജൻസ്. ക്ലിയർ? ഇൻഫൈനൈറ്റ് number of parallel tangents. The common point of tangent to a circle and the circle is called. Common point of tangent and circle. മനസ്സിലായോ? ഈ പോയിന്റ് നോക്കിയേ, ഈ പോയിന്റ് കാണുന്നുണ്ടോ? ഈ പോയിന്റ് ഇതാണ് കോമൺ പോയിന്റ് ഓഫ് ടാൻജൻറ്റ് ആൻഡ് സർക്കിൾ. സർക്കിളിനും ഈ ടാൻജൻറ്റിന് കോമൺ ആയിട്ട് വരുന്ന പോയിൻ്റാണിത്. ഈ പോയിന്റിൻ്റെ പേരെന്താണെന്നാ? അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ.